Hello everyone, welcome back to my YouTube channel Midcode Education. So ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ഫെബ്രുവരി മന്തിലെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ. സോ അതിൻ്റെ നെക്സ്റ്റ് പാർട്ടാണ്. അപ്പം ഈ കഴിഞ്ഞ ഫെബ്രുവരിയിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഏതൊക്കെ പോർഷൻസിലുള്ള കോഡ്സ് ആണ് വരുന്നത്, ഏതൊക്കെ ഭാഗത്തു നിന്നുള്ള കോഡാണ് മെയിനായിട്ട് വരുന്നത് എന്നൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പം ഇന്ന് നമ്മൾ യൂറിനറി സിസ്റ്റം മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നമുക്ക് നോക്കിപ്പോവാം അല്ലേ. അപ്പോൾ യൂറിനറി സിസ്റ്റം അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത് CPT 5440 എന്ന് പറയുന്ന കോഡാണ്. ഇൻസേർഷൻ ഓഫ് പിനൈൽ പ്രോസ്തെസിസ് ആണ് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോഡാണ്. ഈ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഈ നെക്സ്റ്റ് കോഡെന്ന് പറയുന്നത് 54150 സർക്കംസിഷൻ യൂസിങ് ക്ലാമ്പാണ്. ഓക്കെ, ദെൻ തേർഡ് വൺ 59841 ഡയലേഷൻ ആൻഡ് ക്യൂരറ്റേജ് ഫോർ മിസ്കാരേജ്. ഓക്കെ, ആ ഡയലേഷൻ ആൻഡ് ക്യൂരറ്റേജ് എന്നുള്ളതിന് നമ്മൾ ചിലപ്പം ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് DNC എന്നായിരിക്കും വരുന്നത്. DNC എന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ ഡയലേഷൻ ആൻഡ് ക്യൂരേജ് എന്ന് പറഞ്ഞാലും നിങ്ങൾ കൊടുക്കേണ്ട കോഡ് എന്ന് പറയുന്നത് 59841 തന്നെയാണ് കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് CPT കോഡ് 58150 കൂടെ തന്നെ മോഡിഫൈ 22, അതുപോലെ തന്നെ ICD എന്ന് വന്നിട്ടുള്ളൊരു കോഡായിട്ടുള്ള N80.00 N73.6 എന്ന് പറഞ്ഞിട്ടുള്ള കോഡും വരുന്നുണ്ട്. അങ്ങനെ 3 കോഡ് കമ്പൈൻ ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ ഹിസ്റ്ററെക്ടമി അല്ലേ. ഹിസ്റ്ററെക്ടമി എല്ലാവർക്കും അറിയാം. അപ്പം ആ ഒരു കോഡിൻ്റെ കൂടെ തന്നെ പ്രൊസീജിയറിൻ്റെ കൂടെ തന്നെ എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്ന ഡയഗ്നോസിസും കൂടെ തന്നെ ക്രോണിക് പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസുമാണ് അത് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെ കമ്പൈൻ ചെയ്തിട്ടുള്ള കോഡ്സ് വരുന്നുണ്ട്. മോഡിഫൈ 22 ആണ് കേട്ടോ വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് CPT കോഡായിട്ടുള്ള 54416 ആണ്. റിമൂവൽ ആൻഡ് റീപ്ലേസ്മെൻറ്റ് ഓഫ് പിനൈൽ. ഓക്കെ, അപ്പോൾ റിമൂവൽ ആൻഡ് റീപ്ലേസ്മെൻറ്റ് ഓഫ് പിനൈൽ എന്ന് വന്നിട്ടുള്ള ആ ഒരു കോഡ് കൂടെ പറയുന്നുണ്ട്. സോ ഇത്രയും കോഡ്സാണ് യൂറിനറി സിസ്റ്റത്തിൽ വന്നിട്ടുള്ളത്. അപ്പോൾ എനിക്ക് അറിയാവുന്ന കോഡ്സൊക്കെ ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് 16,000 സീരീസിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്, അതായത് നെർവസ് സിസ്റ്റത്തിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. സോ ഫസ്റ്റ് തന്നെ 64570, അതായത് ഇൻസേർഷൻ ഓഫ് ന്യൂറോ സ്റ്റിമുലേറ്റർ ഇലക്ട്രോഡ്സ്. ആൻഡ് സെക്കൻഡ് കോഡ് 69445, അതായത് മിഡിൽ ഇയർ ഇൻസിഷൻ ഫോർ ഡ്രെയിനേജ്. ആൻഡ് തേർഡ് വൺ 65091, എക്സിഷൻ ഓഫ് കൺജക്റ്റീവൽ ലീഷൻ. ഫോർത്ത് വൺ 64420, ഇഞ്ചക്ഷൻ ഓഫ് അനസ്തെറ്റിക് ഏജൻറ്റ്. ഓക്കെ, അപ്പം ഇത്രയുമാണ് നെർവസ് സിസ്റ്റത്തിൽ നിന്ന് വന്നിട്ടുള്ളത്. അപ്പം ഇതൊക്കെ ഈ ഭാഗത്തു നിന്നൊക്കെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് എന്തായാലും പ്രതീക്ഷിക്കാം. കാരണം ഫെബ്രുവരി മന്ത് കംപ്ലീറ്റ് ആയിട്ടും AAPCയിൽ ഇങ്ങനത്തെ കണ്ടിന്യൂസ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് മാത്രമായിരിക്കും കാണുക. ഏതൊരു മന്ത് ആണെങ്കിലും എങ്ങനെ പോയാലും ക്വസ്റ്റ്യൻസ് എല്ലാം റിപ്പീറ്റഡ് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് വരുന്നത്. സോ ഈ ഭാഗത്തുള്ള ക്വസ്റ്റ്യൻസ് വളരെ നന്നായിട്ട് നോക്കി വയ്ക്കുക. ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ഈ 4 കോഡ്സ് എന്ന് പറയുന്നത് അധികം അങ്ങ് കാണാത്ത ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ. അതായത് ഇപ്പോൾ ജാനുവരി മന്തിലൊന്നും ഈ 4 കോഡ്സ് ഞാൻ തന്നിട്ടുള്ള ഈ 4 കോഡ്സിൽ നിന്നും നമ്മൾ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ട് ഫെബ്രുവരി മന്തിൽ ഇതൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് നന്നായി ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഈ 4 കോഡ്സ് നെർവസ് സിസ്റ്റത്തിൽ വരുന്നുണ്ട്. ഇനി നെക്സ്റ്റ് റേഡിയോളജി എന്ന് പറയുമ്പം എല്ലാവർക്കും അറിയാം 70,000 സീരീസിൽ വരുന്ന കോഡ്സ് ആണ്. അതുപോലെ തന്നെ അതിനകത്ത് കൂടുതലും നമ്മൾ എക്സ്റേ, സ്കാനിങ്, CT ഗൈഡൻസ്, ഫ്ലൂറോസ്കോപ്പിക് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ഇതിനകത്ത് ഉള്ളത് അല്ലേ. അപ്പം നമുക്ക് ഫസ്റ്റ് കോഡ് നോക്കാം. 75803, അതായത് വീനോഗ്രാം ഓഫ് വീനക്കവ. ഓക്കെ, ആ ഒരു ഭാഗത്തു നിന്നുള്ള കോഡ് വരുന്നുണ്ട്, അതായത് ഈ ഒരു കോഡ് വരുന്നുണ്ട്. പിന്നെ സെക്കൻഡ് കോഡ് എന്ന് പറയുന്നത് കമ്പൈൻ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്, അതായത് 4700,77012, അതായത് ലിവർ ബയോപ്സി പ്ലസ് CT ഗൈഡൻസ്. ഓക്കെ, അപ്പം ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണ്, അതായത് എന്തെങ്കിലും ഗൈഡൻസ് യൂസ് ചെയ്യുന്നുണ്ടോ അല്ലേ. അത് ആണെങ്കിൽ അത് എന്ത് ഗൈഡൻസ് ആണ്, ഫ്ലൂറോസ്കോപ്പിക് ആണോ, CT ആണോ, അൾട്രാസൗണ്ട് ആണോ എന്നുള്ളതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം അല്ലേ. അപ്പോൾ അത് നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് എഴുതുക. എന്തായാലും ഒരു കമ്പൈനിങ് കോഡ് വരുന്നുണ്ട്. അപ്പോൾ ഈ 2 കോഡ്സാണ് ഈ ഫെബ്രുവരിയിൽ വന്നിട്ടുള്ളത്. ഇനി തേർഡ് ക്വസ്റ്റ്യൻ 78458, കൂടെ തന്നെ ICD-10 എന്നുള്ള I82.403 എന്ന് പറയുന്ന കോഡോടെ കമ്പൈൻ ചെയ്തിട്ടാണ് വരുന്നത്. അതായത് മയോകാർഡിയൽ പെർഫ്യൂഷൻ ഇമാജിങ് പ്ലസ് DVT. ഓക്കെ, ആ ഒരു കോഡ് വരുന്നുണ്ട്. കൂടെ തന്നെ അടുത്ത കോഡ് 74121, മോഡിഫൈ 26 കേട്ടോ. മോഡിഫൈ 26 എന്തിനാണ് യൂസ് ചെയ്യാമെന്ന് എല്ലാവർക്കും അറിയായിരിക്കും. അതൊരു പ്രൊഫഷണൽ കോമ്പോണൻ്റ് ആണ് അല്ലേ. അപ്പം അതുകൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ളൊരു കോഡ് വരുന്നുണ്ട്. ഓക്കെ, അതായത് CT സ്കാൻ അബ്ഡോമൻ വിത്ത് കോൺട്രാസ്റ്റും കൂടെ തന്നെ പ്രൊഫഷണൽ കോമ്പോണൻറ്റും. ഓക്കെ, അപ്പം അതൊന്ന് നോട്ട് ചെയ്യാം.
പിന്നെ നെക്സ്റ്റ് കോഡ് വരുന്നത് 72084 കംപ്ലീറ്റ് എക്സ്റേ ഓഫ് ദി സ്പൈൻ. ഓക്കെ, സ്പൈനിൻ്റെ കംപ്ലീറ്റ് എക്സ്റേ റിലേറ്റഡ് ആയിട്ടുള്ളൊരു കോഡ്. ദെൻ അടുത്തത് 73202, അതായത് MRI. ഓക്കെ, MRI ഓഫ് അപ്പർ എക്സ്ട്രിമിറ്റി വിത്ത് കോൺട്രാസ്റ്റ്. അപ്പം ഈ ഒരു റേഡിയോളജി ചാപ്റ്ററിൽ നമ്മൾ ഗൈഡൻസ് എന്തായാലും ശ്രദ്ധിക്കണം. ഫ്ലൂറോസ്കോപ്പിക് ആണോ അൾട്രാസൗണ്ട് ആണോ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. കൂടെ തന്നെ വിത്ത് കോൺട്രാസ്റ്റ് ആണോ അല്ലെങ്കിൽ വിത്തൗട്ട് കോൺട്രാസ്റ്റ് ആണോ എന്ന് കൂടെ നമ്മൾ ചെക്ക് ചെയ്യണം. ഓക്കെ, എന്നതിന് ശേഷം മാത്രം കോഡ്സ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം ഇതിനകത്ത് വന്ന ഈ 6 കോഡ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തൊട്ട് മുന്നിലുള്ള എക്സാമിന് വന്നിട്ടുള്ള കോഡ്സ് ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക, പഠിക്കുക. നെക്സ്റ്റ് ലബോറട്ടറി ആൻഡ് പാത്തോളജി. ഓക്കെ, അപ്പം അതിനകത്ത് വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 82218 ഫീഷ്യൽ ഒക്കൾട്ട് ബ്ലഡ് ടെസ്റ്റ്. ഇത് എന്നും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. കാരണം ജാനുവരിയിലും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഈ 82218 ഫീഷ്യൽ ഒക്കൾട്ട് ബ്ലഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു പാത്തോളജിയിൽ നിന്ന് എന്താണെങ്കിലും ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ 88040 ഓട്ടോപ്സി ഗ്രോസ് എക്സാമിനേഷൻ ഓൺലി. ഓക്കെ, ഓട്ടോപ്സി എന്ന് വരുന്നൊരു ക്വസ്റ്റ്യൻ അതും കണ്ടിട്ടുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ കണ്ടിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഓട്ടോപ്സി ക്വസ്റ്റ്യൻ കൂടെ. അപ്പോൾ അതുകൂടെ നോട്ട് ചെയ്യാം. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ 80130, 82947 × 2 83003, അതായത് ഡ്രഗ് ടെസ്റ്റ് പ്ലസ് ഗ്ലൂക്കോസ് ടെസ്റ്റ് പ്ലസ് തൈറോയ്ഡ് ടെസ്റ്റ്. ഓക്കെ, അതായത് കമ്പൈൻ ചെയ്തിട്ടാണ് വരുന്നത്. 3 ടെസ്റ്റുകളും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് അതിനകത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് സ്പെസിമെൻസ് ഒക്കെ പറയുന്നുണ്ടാവും, എത്രയാണ് ആ ടെസ്റ്റിൻ്റെ കാര്യങ്ങളും എല്ലാം ക്വസ്റ്റ്യനകത്ത് പറയുന്നുണ്ടാവും. അപ്പം അതിനനുസരിച്ച് കമ്പൈൻ ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് കേട്ടോ. ഇനി ഫോർത്ത് വൺ 80055 പ്രീ നേറ്റൽ പാനൽ. ഓക്കെ, പ്രീ നേറ്റൽ പാനൽ എന്നൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ 88331 × 2 88332 × 2 പാത്തോളജി കൺസൾട്ടേഷൻ അല്ലേ, പാത്തോളജി കൺസൾട്ടേഷനും പിന്നെ അഡീഷണൽ ഫ്രോസൺ സെക്ഷൻ. അപ്പം ഈ പാത്തോളജി കൺസൾട്ടേഷനിൽ അവർ ആ ക്വസ്റ്റ്യനിൽ എത്ര ഫ്രോസൺ സെക്ഷനാണ് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവും. സോ അതനുസരിച്ച് വേണം നമ്മൾ കോഡ് ചെയ്യാനായിട്ട്. അപ്പം ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ആഡ് ഓൺ കോഡ്സ് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. പാത്തോളജിയിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കൺസൾട്ടേഷൻ റിലേറ്റഡ് ആയിട്ട് 88331 × 2. ഓക്കെ, അതിൻ്റെ കൂടെ തന്നെ അഡീഷണൽ ഫ്രോസൺ സെക്ഷനായിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത് 88332 എന്ന് പറയുന്ന കോഡ് എക്സ്ട്രാ കൊടുത്തിട്ടുള്ളത്. അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തായാലും നന്നായിട്ട് നോക്കിയിട്ട് പോവുക. ആൻഡ് ഫൈനൽ മെഡിസിൻ സെക്ഷൻ, അതായത് നമ്മുടെ ഏറ്റവും ലാസ്റ്റ് ചാപ്റ്ററാണ് മെഡിസിൻ. സോ മെഡിസിൻ എന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് 96921 ഫോട്ടോ ഡൈനാമിക് തെറാപ്പി. ഓക്കെ, അപ്പോൾ ഫോട്ടോ ഡൈനാമിക് തെറാപ്പി ആ ഒരു ഭാഗത്തുനിന്ന് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഈ ഒരു കോഡാണ് വന്നിട്ടുള്ളത്, 96921 ആണ്. ഇനി സെക്കൻഡ് വൺ 93770, ICD-10 ICD-യിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ I18.03 ഇവാലുവേഷൻ ഓഫ് വാസ്കുലർ ഫങ്ഷൻ പ്ലസ് DVT എന്നുള്ളൊരു കോഡ് കൂടെ വന്നിട്ടുണ്ട്. അതുപോലെ CPT-ന്ന് 9110 കൂടെ മോഡിഫയർ 52. ഓക്കെ, മോഡിഫയർ 52 ഗ്യാസ്ട്രോ ഇൻഡസ്ട്രീനൽ മോട്ടിലിറ്റി സ്റ്റഡി റെഡ്യൂസ്ഡ് സർവീസ്. ഈ തേർഡ് വൺ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കാരണം ഇതും മെഡിസിൻ സെക്ഷനിൽ ഞാൻ ഒരുപാട് കണ്ടിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് 9110 കൂടെ തന്നെ മോഡിഫയർ 52 എന്ന് പറയുന്നത്. അപ്പോൾ മോഡിഫയേഴ്സൊക്കെ എന്താണ് നമ്മൾ കുറച്ച് ശ്രദ്ധിക്കണം. കാരണം ആ ക്വസ്റ്റ്യനകത്ത് തന്നെ പറയുന്നുണ്ടാവും ആ മോഡിഫയറിൻ്റെ ഡ്യൂട്ടി. അപ്പം അത് വെച്ച് നമുക്ക് എലിമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റും ഓപ്ഷൻസ് കേട്ടോ. അപ്പം നമ്മൾക്ക് 4 ഓപ്ഷൻസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ 4 ഓപ്ഷൻസിൽ നിന്നും പല ടൈപ്പ് മോഡിഫയേഴ്സ് അവിടെ അവൈലബിൾ ആയിരിക്കും. അപ്പം നമ്മൾ ആ മോഡിഫയേഴ്സ് വെച്ചിട്ട് തന്നെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ദെൻ നിങ്ങളുടെ മനസ്സിൽ എന്താണോ നിങ്ങൾക്ക് കറക്റ്റായിട്ട് തോന്നുന്ന കോഡ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. ദെൻ നമുക്കത് ആൻസറായിട്ട് കൊടുക്കാം. അങ്ങനെ ചെയ്യാം. അപ്പോൾ മോഡിഫയേഴ്സ് വെച്ചിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ആൻസേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതിനകത്ത് റെഡ്യൂസ്ഡ് സർവീസിൻ്റെ കോഡാണ്, അതിന് മോഡിഫൈ 52 ആണ് വരുന്നത് കേട്ടോ. ഇനി ഫോർത്ത് വൺ 97110 × 2 തെറാപ്യൂട്ടിക് എക്സസൈസ്. ഓക്കെ, 2 യൂണിറ്റ്സ് എന്നവിടെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 2 യൂണിറ്റ്സ് എന്ന് പറയുന്നതുകൊണ്ടാണ് അവിടെ × 2 എന്ന് പറയുന്നത്. അപ്പം തെറാപ്യൂട്ടിക് എക്സസൈസിന് പെർ യൂണിറ്റിനാണ് 97110 എന്ന് പറയുന്ന കോഡ്. ഒരൊറ്റ യൂണിറ്റ് അല്ലെങ്കിൽ സിംഗിൾ യൂണിറ്റിനാണ് ആ ഒരു കോഡ്. അപ്പം 2 യൂണിറ്റ്സ് എന്ന് പറയുമ്പം × 2 ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ക്വസ്റ്റ്യനിൽ എന്താണോ തന്നിട്ടുള്ളത്, എത്ര യൂണിറ്റ്സ് ആണോ തന്നിട്ടുള്ളത് അതിനനുസരിച്ച് കോഡ് ചെയ്യാം. ഓക്കെ, ഫിഫ്ത്ത് വൺ ടോപ്പിക് വാക്സിനേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന്. അത്
വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെഷനാണ് വാക്സിനേഷൻ ആൻഡ് ടോക്സോയിഡ്സ്. ഓക്കെ, ഷുവറാണ്, എന്താണെങ്കിലും നിങ്ങൾ എന്ത് പ്രതീക്ഷിച്ചില്ലെങ്കിലും ആ ഭാഗത്തുനിന്ന് ഒരു കോഡ് മസ്റ്റായിട്ട് വരും. അപ്പം എന്താണെങ്കിലും ആ ഒരു പോർഷൻ നന്നായിട്ട് താറോമായിട്ട് പഠിക്കുക തന്നെ വേണം, കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പറ്റാത്തൊരു ടോപ്പിക്കാണ് വാക്സിനേഷൻ. അപ്പം അതിനകത്തുനിന്ന് നമുക്ക് എന്തായാലും നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട കോഡ്സ് എന്ന് പറയുന്നത് 90471 അല്ലേ, വിത്ത് കൗൺസിലിംഗ്, വിത്തൗട്ട് കൗൺസിലിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 471, 472, അതുപോലെ തന്നെ സ്പെസിഫിക് വാക്സിൻ കോഡ്സ് ഒക്കെ കേട്ടോ. കൂടുതലായിട്ടും ചോദിക്കുന്ന വാക്സിൻസ് കോഡ്സ് എല്ലാവർക്കും അറിയാം, റൂബെല്ലയൊക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പം അതൊക്കെ എപ്പോഴും നോർമലി ചോദിക്കുന്ന കുറച്ച് വാക്സിൻസാണ്. അപ്പോൾ ആ വാക്സിൻസിൻ്റെ കോഡ്, ഹെപ്പറ്റൈറ്റിസ്, ഓക്കെ, അതൊക്കെയാണ് മെയിൻലി ചോദിക്കുന്ന കോഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് വാക്സിൻ്റെ കോഡൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേഷൻ കോഡ് വളരെ വൃത്തിയായിട്ട് അറിഞ്ഞിരിക്കണം. കൗൺസിലിംഗ് ഉണ്ടോ, ക്വസ്റ്റ്യനകത്ത് വിത്ത് കൗൺസിലിംഗ് ആണോ വിത്തൗട്ട് കൗൺസിലിംഗ് ആണോ എന്നുള്ളതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നോക്കി വെക്കണം. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് എന്തായാലും തെറ്റിപ്പോവും. കാരണം വളരെ ക്ലിയർ ആയിട്ട് പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്തുള്ള ക്വസ്റ്റ്യൻ എന്തായാലും നമ്മൾ തെറ്റിക്കും. അറിഞ്ഞ ക്വസ്റ്റ്യൻ ആയിരിക്കും, പക്ഷെ നമ്മൾ തന്നെ കൊണ്ട് തെറ്റിച്ചേക്കും. അപ്പോൾ എന്തായാലും മസ്റ്റായിട്ട് ആ ഒരു പോർഷൻ വൃത്തിക്ക് പഠിക്കണം. മെഡിസിനിൽ എന്ത് പഠിച്ചില്ലെങ്കിലും ആ ഒരു പോർഷൻ, വാക്സിൻ്റെ പോർഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം കേട്ടോ. അപ്പം ഇത്രയുമാണ് നമ്മുടെ ഫെബ്രുവരിയിൽ വന്നിട്ടുള്ള റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പം എല്ലാവരും നന്നായിട്ട് നോക്കുക. ഏതൊക്കെ പോർഷൻസാണ്, ഏതൊക്കെ കോഡ്സാണ് ഞാൻ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ ഭാഗത്തു നിന്നൊക്കെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, ക്വസ്റ്റ്യൻസ് എല്ലാം പ്രാക്ടീസ് ചെയ്ത് നന്നായിട്ട് നോക്കുക. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. താങ്ക്